നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി ഇന്ന്. നീറ്റും മണിപ്പൂരും ഉൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഭരണപക്ഷം. സഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. പുതുക്കിയ ക്രിമിനൽ നിയമത്തിൽ വ്യാപക വിമർശനം. പരിഷ്കാരം നീതിന്യായ സംവിധാനങ്ങളുടെ താളം തെറ്റിക്കുമെന്ന് നിയമജ്ഞർ. നീറ്റ്, നെറ്റ് ക്രമക്കേടുകളിലും രാജ്യവ്യാപക പ്രതിഷേധം. മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷ ഓഗസ്റ്റിൽ നടത്താൻ നീക്കം. കളിയിക്കാവിള ദീപു കൊലക്കേസിൽ കൂടുതൽ പ്രതികളില്ല. കൊല നടത്തിയത് ഒന്നാം പ്രതി സജികുമാർ നേരിട്ട്. അറസ്റ്റിലായ സുനിൽകുമാറിനും പ്രദീപിനും കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല. നിർണായക തെളിവുകൾ പോലീസിന്. AKG സെന്റർ ആക്രമണ കേസിൽ രണ്ടാം പ്രതി പിടിയിൽ. ദില്ലിയിൽ പിടിയിലായത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാൻ. രാജ്യസഭയിലും നീറ്റ് വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശവും മണിപ്പൂർ വിഷയവും അടക്കം ചൂണ്ടിക്കാട്ടി മല്ലികാർജുൻ ഖർഗെ. നീറ്റ് പരീക്ഷകൾ നടത്താനുള്ള അനുമതി സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരെ KCBC. കേരളത്തിൽ ചുവടുറപ്പിക്കുന്നതിനായി ക്രൈസ്തവർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സുരേന്ദ്രന്റെ രാഷ്ട്രീയ തന്ത്രം അപലപനീയമെന്ന് വിമർശനം. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പാർട്ടിക്കെതിരെ പുകമറ സൃഷ്ടിക്കാനാണ് ED ശ്രമിക്കുന്നതെന്ന് CPIM സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പാർട്ടി ED ഉത്തരവിനെ നിയമപരമായി നേരിടുമെന്നും കേന്ദ്ര ഏജൻസിയുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കൂടത്തായി കൊലപാതക പരമ്പരയിലെ റോയ് തോമസ് വധക്കേസിൽ സാക്ഷി വിസ്താരം ഇന്ന് പുനരാരംഭിക്കും. കോഴിക്കോട് എരഞ്ഞിപ്പാലം പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് സാക്ഷി വിസ്താരം. അശോകൻ, ആന്റണി എന്നിവരുടെ വിസ്താരമാണ് ഇന്ന് നടക്കുക. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ വീട്ടുകാരെ ഒഴിപ്പിക്കും. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷ മുൻനിർത്തി മാത്രമേ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കൂവെന്ന് ജില്ലാ ഭരണകൂടം. ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം തിരൂർ ചമ്രവട്ടം സ്വദേശി തൂമ്പിൽ മുഹമ്മദ് അജ്മലാണ് കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം തിരൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറ്റിച്ചിറ സ്വദേശി ഹംസയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ താനൂർ സ്വദേശി ആബിദ് അറസ്റ്റിൽ. തിരൂർ CI AM-K രമേശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കുടുംബശ്രീയുടെ സംസ്ഥാനത്തെ ആദ്യത്തെ വാർഡുതല പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുടക്കമിട്ട് പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്ത്. ADS-ന്റെ നേതൃത്വത്തിൽ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് കുടുംബശ്രീയുടെ സ്വാതന്ത്ര്യ പരിചരണ പദ്ധതി ആരംഭിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFI പ്രവർത്തകനെ മർദ്ദിച്ച കോളേജ് പ്രിൻസിപ്പൽ. മർദ്ദനത്തിൽ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ കർണപടം തകർന്നു.
കോളേജിൽ ഇന്ന് വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കും. സംഭവത്തിൽ പ്രിൻസിപ്പലിനെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ അധ്യാപക ക്ഷാമത്തിനെതിരെ ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പടന്നക്കാട് കാർഷിക കോളേജിൽ 61 സ്ഥിരം അധ്യാപക തസ്തികയ്ക്കുള്ളതിൽ 21 എണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ്. സമരത്തിനൊടുവിൽ പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി രജിസ്ട്രാർ. കൊച്ചി മഹാരാജാസ് കോളേജിൽ വർഗീയവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയ SFI നേതാവ് അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിന് ഇന്നേക്ക് 6 വർഷം പൂർത്തിയാകുന്നു. അനുസ്മരണ ദിനമായ ഇന്ന് രാവിലെ വിവിധ ഏരിയ ലോക്കൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തലും വിദ്യാർത്ഥി റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഏറ്റുചൊല്ലി SFI പ്രവർത്തകരും സുഹൃത്തുക്കളും. അഭിമന്യുവിന്റെ 6ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലയിലെ പരിപാടി വട്ടവട കോവിലൂരിൽ നടക്കും. SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡിനോട് തുടരുന്ന റെയിൽവേ അവഗണനയിൽ DYFI പ്രതിഷേധം. പുതിയ ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ സർവീസിൽ കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് DYFI കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സർവീസ് മംഗളൂരുവിലേക്ക് നീട്ടണമെന്നും ആവശ്യം. മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ പാൽക്കി ഉത്സവത്തിനായി പൂനെ നഗരമൊരുങ്ങി. 3 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന ഘോഷയാത്രയുടെ ഭാഗമായി നഗരത്തിലെ പ്രധാന റോഡുകൾ ഇന്ന് അടച്ചിടും. 1000 വർഷം പഴക്കമുള്ള പരമ്പരാഗത പാൽക്കി ഉത്സവം മഹാരാഷ്ട്ര സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. കൊല്ലം ജില്ല രൂപീകൃതമായി 75 വർഷമായ പശ്ചാത്തലത്തിൽ നടത്തുന്ന 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സി കേശവൻ സ്മാരക ടൗൺ ഹാളിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. മലയോര ഗ്രാമത്തിലെ കുട്ടികൾക്ക് കൈത്താങ്ങുമായി DYFI. അട്ടപ്പാടി ക്യാരറ ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയാണ് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി. DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് പഠനോപകരണം വിതരണ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കുറ്റിച്ചിറയിൽ കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യ വിൽപ്പന നടത്തിയ ആൾ എക്സൈസിന്റെ പിടിയിൽ. കല്ലിങ്ങപ്പുറം രതീഷാണ് പിടിയിലായത്. 1-ാം തീയതി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 55 കുപ്പി വിദേശ മദ്യവും മദ്യം വിറ്റുകിട്ടിയ പണവും എക്സൈസ് സംഘം പിടികൂടി. SYS സാന്ത്വനം ഭവന പദ്ധതിയുടെ ഭാഗമായി തൃശൂർ പെരിഞ്ഞനത്ത് വീടില്ലാത്ത കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. ICF ദമാം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹാരി താക്കോൽദാനം നിർവഹിച്ചു. തൃശൂർ ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങു വീണ് 3 പേർക്ക് പരിക്ക്. ഇരട്ടപ്പുഴ കോളനി പടിയിൽ പുതുവീട്ടിൽ ഷറഫുദ്ദീന്റെ വീടിന് മുകളിലാണ് തെങ്ങു വീണത്. ഷറഫുദ്ദീന്റെ ഭാര്യ താഹിറ, സഹോദരിമാരായ സുബേദ, ഷമീറ എന്നിവർക്ക് പരിക്കേറ്റു. മധ്യവയസ്കനെ കുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ഇടുക്കി വാളറ സ്വദേശി ബിബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് പ്രതി അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്ന് പോത്താനിക്കാട് പോലീസ്. പുരോഗമന കലാ സാഹിത്യ സംഘം വടകര PG വായനക്കൂട്ടം മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതകഥ കെടാത്ത ചൂട്ട് എന്ന പുസ്തകം ചർച്ച ചെയ്തു.
ഷംസുദ്ദീൻ കൂട്ടത്താണ് പുസ്തകരചന. കേളുവേട്ടൻ സ്മാരകത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ PK കൃഷ്ണദാസ് പുസ്തകം അവതരിപ്പിച്ച് സംസാരിച്ചു. മിനിഷ കാനപ്പള്ളി, K ബാലകൃഷ്ണൻ, VK ശശി എന്നിവർ പങ്കെടുത്തു. വടകര ലോകനാർക്കാവ് വലിയച്ചിറയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മേമുണ്ട ചെല്ലിവയിൽ മമ്മളി അഭിനവ് കൃഷ്ണയാണ് മരിച്ചത്. കൂട്ടുകാരോടൊത്ത് വലിയച്ചിറയിൽ നീന്താനെത്തിയപ്പോഴായിരുന്നു അപകടം. മൃതദേഹം വടകര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് UP സ്കൂളിൽ ടാലന്റ് ക്ലബ് ഉദ്ഘാടനം സിനിമാ താരം വിയാൻ മംഗലശ്ശേരി നിർവഹിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥി സുദീപയ്ക്ക് നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ കേരളശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് പാലക്കാട് കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെ ആദരിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. കുപ്പി പുതുച്ചേരി മദ്യവുമായി ചെറുവറ്റ സ്വദേശി അറസ്റ്റിൽ. അൽ അമൽ നിവാസിൽ മജീദ് എന്നയാളെയാണ് കോഴിക്കോട് എക്സൈസ് പിടികൂടിയത്. ഇയാൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ട്രൈ ദിവസങ്ങളിൽ വിൽപ്പന നടത്താൻ സൂക്ഷിച്ച മദ്യമാണ് പിടികൂടിയത്. കേന്ദ്രം പുതുതായി നടപ്പാക്കിയ 3 ക്രിമിനൽ നിയമങ്ങൾക്കെതിരെ സംസ്ഥാനത്തുടനീളമുള്ള കോടതികളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് DMK. ജൂലൈ 5-നാണ് പ്രതിഷേധ സമരം നടത്തുക. ബോംബുകളുടെ മാരകശേഷി ഇരട്ടിയാക്കാൻ കഴിയുന്ന സ്ഫോടക വസ്തു വിജയകരമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യ. നാവികസേന സാക്ഷ്യപ്പെടുത്തിയ സെബെക്സ് 2-ലെ ശക്തമായ സ്ഫോടക വസ്തുക്കളിലൊന്നാണിത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സെയിലിന്റെ സുന്ദർഗഡിലുള്ള റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൽ വാതക ചോർച്ച. സ്റ്റീൽ പ്ലാന്റിന്റെ 5ാം നമ്പർ ബ്ലാസ്റ്റ് ഫർണസിലാണ് ചോർച്ചയുണ്ടായത്. ഇതിനെ തുടർന്ന് 5 പേർ ചികിത്സയിൽ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ് റദ്ദാക്കി ഡൽഹി പോലീസ്. ദില്ലി റെയിൽവേ സ്റ്റേഷന്റെ ഫുട് ഓവർ ബ്രിഡ്ജിനടിയിൽ തടസ്സം സൃഷ്ടിച്ചതിന് തെരുവ് കച്ചവടക്കാരനെതിരെ ഭാരതീയ ന്യായ സംഹിത 285 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആൾക്കൂട്ട ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഗുജറാത്തിലെ ചിഖോദര ഗ്രാമത്തിലാണ് സംഭവം. ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ മുസ്ലിം യുവാവിനെ ആൾക്കൂട്ടം അടിച്ചു കൊല്ലുകയായിരുന്നു. ഹിന്ദുത്വവാദികളാണ് ഇതിന് പിന്നിലെന്ന് റിപ്പോർട്ട്. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2024 ജൂൺ 16-നാണ് പരീക്ഷ നടന്നത്. പരീക്ഷാർത്ഥികൾക്ക് upsc.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അരുണാചലിലെ മിന്നൽ പ്രളയത്തോടനുബന്ധിച്ച് രക്ഷാപ്രവർത്തനവുമായി ആസാം റൈഫിൾസ്. ഓപ്പറേഷൻ സേവിയേഴ്സ് എന്ന പേരിലാണ് രക്ഷാദൌത്യം. ഇതുവരെ 500 പേരെ വിവിധയിടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ആസാം റൈഫിൾസ്. ബംഗാളിൽ ദമ്പതികളെ നാട്ടുകാർ നോക്കി നിൽക്കെ മർദ്ദിച്ച സംഭവത്തിൽ ബംഗാൾ സർക്കാരിന് നോട്ടീസ് അയച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ. പോലീസ് മേധാവിക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തനിക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ച ഭാര്യയെ കൊലപ്പെടുത്തി പോലീസ് കോൺസ്റ്റബിൾ. കർണാടകയിലെ ശാന്തിഗ്രാം പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ലോകനാഥാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നും റിപ്പോർട്ട്.
US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തിറങ്ങി. ബൈഡന് പകരം ആളെ കണ്ടെത്തണമെന്ന് യുഎസിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ. തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളിലും വടക്കൻ ഗാസയിലെ പ്രദേശങ്ങളിലും ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കി. ഷെല്ലാക്രമണങ്ങൾ ഒട്ടേറെ വീടുകൾ തകർത്തു. റഫയിലെ ഷെബൂര പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ 6 പേർ കൊല്ലപ്പെട്ടു. യുഎസിൽ പോലീസിന് നേരെ കളിത്തോക്ക് ചൂണ്ടിയ 13 വയസ്സുകാരനെ വെടിവെച്ചു കൊന്നു. യൂട്ടക്ക നഗരത്തിലാണ് സംഭവം. പോലീസിന്റെ വസ്ത്രത്തിൽ ഘടിപ്പിച്ച ക്യാമറയിലെ വീഡിയോ അധികൃതർ പുറത്തുവിട്ടു. വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇസ്രയേൽ അധിനിവേശ സേന പിടിച്ചുകൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിൽ തടവിൽ പാർപ്പിച്ച അൽഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സാൽമിയെ ഇസ്രയേൽ മോചിപ്പിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയതിനാലാണ് മോചനമെന്ന് റിപ്പോർട്ട്. അനീതിക്കെതിരെ ശബ്ദിക്കാൻ വേദിയുടെ വലിപ്പം വിഷയമല്ലെന്ന് തെളിയിച്ച് സംഗീത ബാൻഡ് കോൾഡ് പ്ലേ. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പലസ്തീൻ ഗായിക എലിയാനിയെ കൊണ്ട് ഗാനം അവതരിപ്പിച്ച് കോൾഡ് പ്ലേ. ഇംഗ്ലണ്ടിലെ ഗ്ലാസൻബറി ഫെസ്റ്റിവലിലാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള ഫ്ലാഗ് പോളിംഗ് നിർത്തലാക്കി കാനഡ. വിദേശ പൗരന്മാർക്ക് ലഭ്യമാക്കിയിരുന്ന ബിരുദാനന്തര വർക്ക് പെർമിറ്റ് സംവിധാനമാണ് നിർത്തലാക്കിയത്. മെൽബണിൽ നിന്ന് ദില്ലിയിലേക്കുള്ള ക്വാണ്ടസ് വിമാനത്തിൽ വെച്ച് ഇന്ത്യൻ വംശജ മരിച്ചു. ടേക്ക് ഓഫിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രമിച്ചപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. മൻപ്രീത് കൗറാണ് മരിച്ചത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ യുഎസിൽ സ്കൂൾ അധ്യാപിക അറസ്റ്റിൽ. ന്യൂജേഴ്സിയിലെ ഫ്രീ ഹോൾഡ് ഇന്റർമീഡിയറ്റ് സ്കൂളിലെ അധ്യാപിക അലിസൺ ഹവേമേനാണ് അറസ്റ്റിലായത്. പ്രതിയെ മോൺബെത്ത് കൗണ്ടി ജയിലിലേക്ക് മാറ്റി. സൗദിയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരെന്ന് ലോകബാങ്ക്. ലോകബാങ്കിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2023 $3,840 കോടി പ്രവാസികൾ സ്വദേശത്തേക്ക് അയച്ചത്. തിരുവനന്തപുരം സ്വദേശി മസ്കറ്റിൽ അന്തരിച്ചു. കാട്ടായിക്കോണം സ്വദേശി ദീപു രവീന്ദ്രനാണ് മരിച്ചത്. മസ്കറ്റിലെ ദി മൂവേഴ്സ് കമ്പനി ജീവനക്കാരനാണ്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലയാളി വീട്ടമ്മ നിര്യാതയായി. കോട്ടയം പത്തശ്ശേരിയിൽ തലയോലപ്പറമ്പ് വീട്ടിൽ മേരിക്കുട്ടി തോമസ് ആണ് മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു. സസ്യാധിഷ്ഠിത പിസയുമായി പപ്പ ജോൺസ് ഖത്തർ രംഗത്ത്. ചക്ക പെപ്പറോണി പിസ അവതരിപ്പിച്ചാണ് പപ്പ ജോൺസ് ശ്രദ്ധ നേടുന്നത്. ഖത്തറിൽ ആദ്യമായാണ് ഇത്തരമൊരു വൈവിധ്യം അവതരിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അവകാശപ്പെട്ടു. ഉപഭോക്താക്കളുടെ അഭിരുചികൾ മാറുന്നതിനനുസരിച്ച് പുതിയ രുചിക്കൂട്ടുകൾ കൊണ്ടുവരുമെന്ന് പപ്പ ജോൺസ് പ്രതിനിധികൾ പറഞ്ഞു. ബിസിനസ് രഹസ്യങ്ങൾ ചോർത്തുന്നത് UAE-യിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. പ്രതികൾക്ക് 1 വർഷം തടവും 20,000 ദിർഹം മുതൽ പിഴയും ലഭിച്ചേക്കും. രഹസ്യം ചോർത്തുന്നത് സർക്കാർ ജീവനക്കാരനാണെങ്കിൽ തടവ് ലഭിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ. ദുബായിൽ പൊതുഗതാഗത സേവനം ശക്തമാക്കാൻ പദ്ധതി. 2040ഓടെ ദുബായിലെ മെട്രോ ട്രം സ്റ്റേഷനുകളുടെ എണ്ണം ഇരട്ടിയിലേറെയാക്കും. ഇതോടെ എമിറേറ്റിലെ പൊതുഗതാഗത സേവനം 45% വർദ്ധിക്കും.
സൈബർ ക്രൈം തടയാൻ UAE-യിൽ മിന്നൽ പരിശോധന. വിവിധ എമിറേറ്റുകളിലെ പോലീസ് സേനകൾ സംയുക്തമായിട്ടായിരുന്നു പരിശോധന നടത്തിയത്. പരിശോധനയിൽ നൂറുകണക്കിന് ആളുകൾ പിടിയിലായതായി റിപ്പോർട്ട്. അബുദാബി മലയാളി ഫോറം AMF ഫിയസ്റ്റ എന്ന പേരിൽ ഈദ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വ്യത്യസ്ത കലാപരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. പ്രവാസ ജീവിതം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന BC ഭാർഗവന് യാത്രയയപ്പ് നൽകി സംസ്കൃതി ഖത്തർ. BC ഭാർഗവൻ 15 വർഷത്തോളമായി സംസ്കൃതി വക്ര യൂണിറ്റ് സജീവ പ്രവർത്തകനാണ്. ദോഹ ICC അശോക ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സംസ്കൃതിയുടെ ഉപഹാരം കൈമാറി. ഖത്തറിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള വഴികളും ഇരുവരും ചർച്ച ചെയ്തു. ഉണ്ണി മുകുന്ദൻ നായകനാകുന്ന ഗെറ്റ് സെറ്റ് ബേനിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. നിഖില വിമലാണ് സിനിമയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിനയ് ഗോവിന്ദനാണ് സിനിമയുടെ സംവിധാനം. അജിത്തിനെ നായകനാക്കി അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബട്ട് അഗ്ലി ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. കോസ്റ്റ്യൂമിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ച അജിത്തിനെയാണ് പോസ്റ്ററിൽ കാണുവാൻ സാധിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം തെക്കുവടക്കിന്റെ ടീസർ പുറത്ത്. സുരാജും വിനായകനും വഴക്കിട്ട് തെക്കോട്ടും വടക്കോട്ടും പോകുന്നതാണ് ടീസറിലുള്ളത്. വഴക്ക് തന്നെയാകും ചിത്രമെന്നാണ് ടീസറുകൾ നൽകുന്ന സൂചന. മഞ്ജു വാര്യരുടെ തമിഴ് ചിത്രം മിസ്റ്റർ എക്സിന്റെ ചിത്രീകരണം പൂർത്തിയായി. ചിത്രത്തിന്റെ സംവിധാനം മനു ആനന്ദാണ്. കമൽഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഇന്ത്യൻ 2-ലെ ഗാനം പുറത്തിറങ്ങി. കലണ്ടർ സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം ആദ്യമായി കൽക്കി കണ്ട അമിതാഭ് ബച്ചൻ. നാഗ് അശ്വിന്റെ ദൃശ്യാവിഷ്കരണം ആസ്വദിക്കുന്ന അമിതാഭ് ബച്ചന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. താരസംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ തലമുറ മാറ്റം ആഗ്രഹിച്ചിരുന്നുവെന്ന് നടൻ ജഗദീഷ്. പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും നേതൃനിരയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇരുവരും പിന്മാറിയെന്നും ജഗദീഷ്. കരീന കപൂർ നായികയാകുന്ന ചിത്രം ദ ബക്കിംഗ്ഹാം മർഡേഴ്സിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രത്തിന്റെ സംവിധാനം ഹൻസാൽ മെഹ്തയാണ്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.